യു ആർ നോൺ ബൈ ദ കമ്പനി യു കീപ് എന്നുള്ള കാര്യം നമ്മളിൽ ഒരുപാട് പേര് കേട്ടിട്ടുള്ളതായിരിക്കും. നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ചിന്തകളും സ്വഭാവങ്ങളും ആക്ഷൻസും ഒക്കെ നമ്മുടെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യാൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറയുന്ന കാര്യം ശരിയാണ്. ഇത്രയും വർഷം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു 5 to 6 ടൈപ്പ് ഓഫ് പീപ്പിളിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു ആർ വാച്ചിങ് മീ, try to observe the people around you and keep a safe distance with them. നമ്പർ 1, ലൈഫിൽ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. മോശം കാര്യങ്ങൾ സംഭവിച്ചാലും നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും അല്ലെങ്കിൽ ലൈഫിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം കാണുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ എനർജിയും നമ്മുടെ ആറ്റിറ്റ്യൂഡും എപ്പോഴും ഡൗൺ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മുടെ ലൈഫിൽ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നമ്പർ 2, അവരവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തോ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നിപ്പിച്ചോ ഏത് രീതിയിലായാലും അവരവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നല്ല മിടുക്കായിരിക്കും. അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചോ, കാരണം ഇങ്ങനെയുള്ളവർ ഇവരുടെ കാര്യം കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പോലും റിയലൈസ് ചെയ്യാതെ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നമ്പർ 3, കള്ളം പറയുന്ന ആൾക്കാർ. ഹാബിച്വലി കള്ളം പറയുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും എപ്പോഴും ഒരു ടോക്സിക് എൻവയൺമെന്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്പർ 4, ജലസി അല്ലെങ്കിൽ കുശുമ്പുള്ള ആൾക്കാർ. നമ്മുടെ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം കണ്ട് സഹിക്കാൻ പറ്റാത്തവര് കോൺസ്റ്റന്റ്ലി നമ്മളെങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരുടെ കമന്റ്സ് ചിലപ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്തെന്നും ഇരിക്കാം. നെക്സ്റ്റ്, ഗോസിപ്പ് ചെയ്യുന്നവര്. നമ്മുടെ മുന്നിൽ ഒരു നല്ല ഫ്രണ്ടിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ നമ്മുടെ കുറ്റം പറയുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവര് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവരെ വിശ്വസിച്ച് കൂടെ കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. നമ്പർ 6, നമ്മളോട് എന്ത് തെറ്റ് ചെയ്താലും അവർ ചെയ്തത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മളോട് അപ്പോളജൈസ് ചെയ്യാത്തവരെ സൂക്ഷിച്ചു. കാരണം ഇങ്ങനെയുള്ളവര് നമുക്ക് ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നതിലും പറയുന്നതിലും ഹേർട്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് നമ്മളെ കുത്തി നോവിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ടൈപ്പ് ആൾക്കാരുമായിട്ടും ഞാനൊരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ലൈഫിലെ ഹെൽത്തി റിലേഷൻഷിപ്സും പോസിറ്റീവ് ഇൻഫ്ലുവൻസും മാത്രം ഉണ്ടായാൽ മതി എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതുകൊണ്ടാണ് ഇത്തരം ആൾക്കാരുമായിട്ട് ഞാനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തുടങ്ങിയത്. ഈ ലിസ്റ്റിൽ ഇനിയും ഏതൊക്കെ ടൈപ്പ് ആൾക്കാരെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ.